ഹായ് ഗൈസ്, യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചാമാരെ, സാധാരണ നമ്മുടെ വീഡിയോയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ യാത്ര മുഴുവൻ വെള്ളത്തിലൂടെയാണ്. വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാകും. കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്താണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പുലർച്ചെ 5:30 തന്നെ നമ്മളെ ട്രാവൽ ഗൈഡായ ബാബുച്ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ വഞ്ചിയിലെ യാത്ര ആരംഭിക്കുന്നത്. നമുക്ക് യാത്ര പോകാനായിട്ടുള്ള വഞ്ചി ബാബുച്ചേട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അങ്ങനെ വഞ്ചിയിലേക്ക് ഇറങ്ങിയാണ്. വഞ്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ യാത്ര ആരംഭിച്ചോടുകൂടി ആ ടെൻഷനൊക്കെ പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല അടിപൊളിയാണ്. വഞ്ചിയിൽ കയറിയിട്ട് യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിനും നല്ല കാഴ്ചകളാണ്. പുറകെ മറ്റൊരു വഞ്ചി കൂടി വരുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കിളികളുടെ നല്ല കിളിനാദവും സൗണ്ട് ഒച്ചയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നൈസായിട്ട് തല ഒന്ന് കുമ്പിട്ടിരിക്കേണ്ടി വരും. നമ്മുടെ ചേട്ടനത് ഓരോ പാലെത്തുമ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ പറയും. പിന്നെ ചില ഭാഗത്ത് എത്തുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല കുളിർമയാണ്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ചെറിയൊരു അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അമ്പലത്തിൽ രാവിലെ തന്നെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഏറ്റവും ചെറിയ ഉയരം കുറഞ്ഞൊരു പാലമാണിത്. ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ പാലം വേറെ എവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലെ അങ്ങോട്ട് കടക്കുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. നന്നായി തല കുമ്പിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ ഈ കാണുന്നത് മത്സ്യകൃഷിയാണ്. ഈ നാട്ടിലെ ഒരു പ്രധാന കൃഷിയാണ് ഈ മീൻ വളർത്തൽ. ഇതിൽ കരിമീനും സിലോപ്പിയയുടെ മിക്സ് ചെയ്തിട്ടിരിക്കുക. ഇത് ഒരു 3 തൊട്ട് 4 മാസം വരെ ആകുമ്പോഴത്തേക്ക് ഈ ചെറിയ മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു 1/2 കിലോ 3/4 കിലോ തൂക്കം വരും. കിലോയ്ക്ക് 250 തൊട്ട് 300 രൂപ വരെ മാർക്കറ്റ് റേറ്റ്. ഈ നാട്ടിലെ പ്രധാന ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ കാണുന്ന മത്സ്യകൃഷി. ഇപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ട്രാവൽ ഗൈഡായ ബാബുച്ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന ഒരാളുടെ കൃഷിയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. എന്തെങ്കിലും ചെറിയ തീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂട്ടം കൂട്ടായിട്ട് വന്ന് തിന്നു പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ തീറ്റ ഒന്നും തന്നെ എടുത്തിട്ടില്ല. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മത്സ്യം കൃഷി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുറച്ചു നേരം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ വഞ്ചിയിലേക്ക് കയറി നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹത്തെയാണ് മൺട്രോതുരുത്ത് എന്നറിയപ്പെടുന്നത്. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ചെമ്മീൻ കൃഷിയാണ്. ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ള ഒരു കൃഷി എന്നാണ് കേട്ടോ നമ്മുടെ ട്രാവൽ ഗൈഡായ ബാബുച്ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് പരിചയമുള്ള ആരുടെയാണ്. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ. മുന്നോട്ട് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാഴ്ചകളാണ് നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുക. കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററാണ് കേട്ടോ ഈ മൺട്രോതുരുത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കൂടി നമ്മുടെ യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോണിൽ വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളി സ്ഥലമാണ്. ആ കാണുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും മൺട്രോതുരുത്തിൻ്റെ മുഖമുദ്ര അറിയപ്പെടുന്ന ഒരു അടിപൊളി സ്പോട്ടാണത്. അതാണ് ശരിക്കും നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുള്ള കണ്ടൽക്കാടിൻ്റെ ഇടയിൽ ആർച്ച് പോലെ ഇരിക്കുന്ന ഒരു സ്പോട്ട്. ശരിക്കും നമ്മൾ ഇതിലെ വഞ്ചിയിലൂടെ യാത്ര പോകുന്ന കിട്ടുന്ന ഒരു അനുഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. നമ്മളെല്ലാവരും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ശരിക്കും കൊല്ലത്ത് വരികയാണെങ്കിൽ എല്ലാവരും ഈ മൺട്രോതുരുത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ പുറകിലൂടെ ഒരു വഞ്ചി വരുന്നുണ്ട്. ആ വരുന്ന കാഴ്ചയാണ് നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് സ്ഥലത്തുണ്ട് ഇതുപോലെ ആർച്ചായിട്ട് കുറേ ഭാഗങ്ങളുണ്ട്. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ്.
ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഇതാ കണ്ടൽക്കാടിൻ്റെ ആ വള്ളികൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി തരും. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഈ വള്ളികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അത്ര ഉറപ്പൊന്നും ഇല്ലാത്തൊരു സംഭവമാണെന്ന്. പക്ഷേ നല്ല ബലമാണ്, നല്ല പവർഫുള്ളായിട്ടുള്ള വള്ളികളാണ്. ശരിക്കും ഇതിലൊക്കെ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാം. അപ്പുറത്ത് ആ ഭാഗത്ത് ഒരുപാട് പേര് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കളിക്കുന്നുണ്ട്. അവന്മാരവിടെ നല്ല വൈബിലാണ്. ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ശരിക്കും മൺറോതുരുത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗവും നമ്മളെ മനസ്സിലേക്ക് ഫസ്റ്റ് എത്തുന്ന ഒരു മൺറോതുരുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് എത്തുന്ന ഒരു ഭാഗവും ഈ ഒരു വ്യൂ തന്നെ ആയിരിക്കും. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ബാബുചേട്ടൻ നമ്മളെ ഒരുപാട് സമയം ഇവിടെ നിർത്തി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാട് സമയം നമുക്ക് നിർത്തി തന്നിട്ടോ. നല്ല രസമാണ്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കിഡിലൻ സ്പോട്ടാണ്. ശരിക്കും വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് അതുപോലെ തന്നെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ ചെയ്യാൻ പറ്റിയ കിഡിലൻ സ്പോട്ടാണ്. നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നും മാറി മറ്റൊരു ദിശയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്ക് ഈ കായലിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ ആഴം കുറവാണ്, മണ്ണ് കയറിയിട്ട് കുന്ന് പോലെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. നമ്മുടെ ബാബുചേട്ടൻ ഇവിടെയും കുറച്ച് നേരം നിർത്തി തന്നു. അങ്ങനെ പുള്ളി അവിടെ പോയിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. നേരത്തെ കണ്ട ആർച്ച് പോലത്തെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മളെ പിന്നാലെ മറ്റൊരു ടീം വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് നല്ല അടിപൊളി ഫോട്ടോസാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് വേറെ ഒരു ഭാഗമാണ്. ഇത് അതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. ഇനി നമ്മൾ ശരിക്കും കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു യാത്ര വരുന്നത്. ഇതാണ് ശരിക്കും നല്ലൊരു സ്പോട്ടായിട്ട് തോന്നിയത്. അതായത് വഞ്ചിയിൽ പോകുമ്പോൾ നമുക്ക് ഇരുവശങ്ങളിലും ചെറിയ കണ്ടൽക്കാട്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളൊക്കെ കാണാൻ പറ്റിയിട്ടോ. അധികവും പരുന്താണ് കേട്ടോ ഇവിടെ. പരുന്തിൻ്റെ സൗണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇതുപോലെ നല്ല നേരത്തെ കണ്ട പോലെ തന്നെ വലിയ വലിയ വണ്ണമുള്ള വള്ളികൾ കണ്ടൽക്കാട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും നല്ല സേഫായിട്ട് തന്നെ മുകളിലൊക്കെ കയറി നിൽക്കാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ കുറച്ച് നേരം വഞ്ചി അടുപ്പിച്ച് തന്നു. അടിപൊളിയാണ് കേട്ടോ. അവിടെ നമുക്ക് മുകളിലോട്ട് കയറി ഇങ്ങനെ പോവാം. ഒരുപാട് പേര് അപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിരുന്നാലും കയറുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കയറുമ്പോൾ അത്ര അധികം ആഴമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. അവിടെയൊക്കെയാണ് ഇവരിങ്ങനെ നമുക്ക് നിർത്തി തരാം. സേഫായിട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി നിന്ന് കാഴ്ചകളൊക്കെ കാണാനും നല്ല രസമാണ്. പിന്നെ ഇവിടെയും നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. അതിന് പറ്റിയ ഏരിയ ആണ്. ശരിക്കും ഇവിടെ നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ ഒരു മൺറോതുരുത്ത്. കല്ലടയാറിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും ഇടയിലുള്ള 8 തുരുത്തുകളാണ് മൺറോതുരുത്ത് എന്നറിയപ്പെടുന്നത് കേട്ടോ ശരിക്കും. മച്ചാമരം നമ്മുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് ടീ ഷോപ്പ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നിർത്തി തരും. അവിടെ നിന്നൊക്കെ മേടിച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാം. ഏകദേശം 1 മണിക്കൂറിലധികമാണ് കേട്ടോ ഈ ഒരു വഞ്ചിയിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വേണ്ട വെള്ളവും അതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ നമ്മൾ ആദ്യമേ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. മച്ചാമാരെ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മൺറോതുരുത്തിൽ നിങ്ങൾ വന്നിട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ട്രാവൽ ഗൈഡായ ബാബുചേട്ടൻ്റെ നമ്പർ
വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം മണിക്കൂറിന് വെറും 500 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും അദ്ദേഹം ഈടാക്കിയത്. മാത്രമല്ല നല്ല സർവീസായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും കൊല്ലത്ത് വന്നിട്ട് ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് മൺട്രോത്തുരുത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു വീഡിയോ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.